നമസ്കാരം. അടിക്കടി NCPയിൽ കലാപക്കൊടി ഉയരുകയാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. NCPയിൽ വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷം ശക്തമാക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു പ്രശ്നം വേണ്ട എന്ന തരത്തിലായിരുന്നു NCPയിൽ അകത്തുനിന്ന് നിർദ്ദേശം കിട്ടിയത്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മന്ത്രിസ്ഥാനത്തെ ചൊല്ലി വീണ്ടും ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. ഇക്കുറി മന്ത്രിസ്ഥാനം തന്നെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കുട്ടനാട് MLA തോമസ് കെ തോമസ് ആണ്. നിലവിൽ മന്ത്രി AK ശശീന്ദ്രന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി അലട്ടുന്നുണ്ട് എന്നതും വനമന്ത്രിയായ ശശീന്ദ്രന് നേരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. വയനാട് വന്യജീവി ആക്രമണത്തിൽ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള നീതിയും ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വനമന്ത്രി എന്ന നിലയിൽ ശശീന്ദ്രന്റെ ഗ്രാഫ് നന്നേ താഴോട്ടാണ് നിൽക്കുന്നത്. NCPയിൽ തന്നെ ശശീന്ദ്രനെ മാറ്റാനുള്ള ആലോചനകൾ അണിയറയിൽ തന്നെ നടക്കുന്നുണ്ട്. കുട്ടനാടിൽ നിന്നും താൻ കൂടി ജയിച്ചത് കൊണ്ടാണ് ശശീന്ദ്രന് ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നത്. ഒരു MLA മാത്രമായിരുന്നെങ്കിൽ 2.5 വർഷമേ കിട്ടുകയുള്ളൂ. മന്ത്രിസ്ഥാനത്തിന് എനിക്കും അധികാരമുണ്ട്, അർഹതയുണ്ട് എന്നും അതിന് ഞാൻ അർഹനാണെന്നും തോമസ് കെ തോമസ് പറയുന്നുണ്ട്. എന്തായാലും ശശീന്ദ്രന് മന്ത്രിസ്ഥാനം വിട്ടുതരില്ല എന്നത് ഉറപ്പാണ്. തന്റെ ഔദാര്യത്തിലാണ് ശശീന്ദ്രൻ മന്ത്രിയായിരിക്കുന്നതെന്ന് ഓർക്കണമെന്നും തോമസ് കെ തോമസ് പറയുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചാണ് ഒരു ധാരണ ഉണ്ടാക്കിയത്. ആ ധാരണ പാലിച്ചേ മതിയാകൂ. 2.5 വർഷം കഴിയുമ്പോൾ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാമെന്ന ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറിലാണ് AK ശശീന്ദ്രൻ മന്ത്രിയാകുന്നത്. എന്നാൽ ഇപ്പോൾ വാക്ക് പാലിക്കുന്നില്ല എന്നും കുട്ടനാട് MLA വ്യക്തമാക്കുന്നു. കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് വന്ന സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോയാണ് പ്രശ്നങ്ങളെ ഗുരുതരമായി സൃഷ്ടിക്കുന്നതെന്നും തോമസ് കെ തോമസ് പറയുന്നുണ്ട്. PC ചാക്കോ NCPയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അനാവശ്യമായ കാര്യത്തിൽ തലയിടുന്നതായും കുട്ടനാട് MLA വ്യക്തമാക്കുന്നു. തന്റെ ആവശ്യത്തിൽ NCP കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നാണ് കരുതുന്നത്. ഇടപെട്ടില്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ കാണുമെന്നും MLA പറയുന്നുണ്ട്. കരാറുണ്ടോ എന്ന് കേന്ദ്ര നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്, ഞാനല്ല എന്നും കുട്ടനാട് MLA പറയുന്നുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമോ അതോ തുടരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ശശീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മികച്ച മന്ത്രിയല്ല എന്നത് ജനങ്ങളുടെ ഇടയിൽ തന്നെ സംസാരമുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്.